വെളിപ്പാട് പുസ്തക പഠനം പാർട്ട് നമ്പർ 28. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നാം കണ്ടത് ദൈവത്തിൻ്റെ സ്വന്തമായ ഭൂമിയിൽ നിന്നും കുടികിടപ്പുകാരനായ പിശാചനെ ഘട്ടം ഘട്ടമായി ഒഴിപ്പിക്കുന്ന ചിത്രമാണ് കണ്ടത്. ആദ്യം ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്നു, രണ്ടാമത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഉണ്ടാകുന്നു, അതിനുശേഷം ഭൂമിയെ മുഴുവനും വീണ്ടെടുക്കുന്ന മനോഹര ചിത്രമാണ് 4-ാം അധ്യായത്തിൽ നാം കണ്ടത്. 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു കർത്താവാണ് മുഴുലോകത്തിൻ്റെയും ഉടമസ്ഥൻ എന്ന രേഖ വെളിപ്പെടുത്തുന്ന മനോഹരമായിരിക്കുന്ന സന്ദർഭമാണ്. 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പാപത്തിൻ്റെ ചളുക്കുഴിയിൽ വീണുപോയ മനുഷ്യരെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതിൻ്റെ പ്രമാണമാണ് ഈ പുസ്തകം. 5-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മുദ്രയിടപ്പെട്ടതായ പുസ്തകത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. പാപത്തിൻ്റെ ചളുക്കുഴിയിൽ വീണുപോയ മനുഷ്യരെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതിൻ്റെ പ്രമാണമാണ് മുദ്രയിടപ്പെട്ടതായ ഈ പുസ്തകം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അഥവാ മുഴുലോകത്തിൻ്റെയും ആധാരം എന്ന് വേണമെങ്കിൽ പറയാം. 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പുസ്തകം തുറക്കാൻ മറ്റാർക്കും കഴിഞ്ഞില്ല എന്ന ഒരു പ്രയോഗം കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നാം കാണുന്ന ഈ വിശാല ലോകം മുഴുവൻ ദൈവം ആദാമിന് നൽകിയതായിരുന്നു. എന്നാൽ പാപം ചെയ്തതിനാൽ ആദാമിന് മാത്രമല്ല, മനുഷ്യന് തന്നെ ഈ ലോകം നഷ്ടമായതായി കാണുന്നു. സകല മനുഷ്യരും ഒരുപോലെ പാപം ചെയ്തതിനാൽ ആർക്കും ഈ പുസ്തകം തുറക്കാൻ കഴിഞ്ഞില്ല. വീണുപോയ മനുഷ്യരെ സാത്താന്റെ ബന്ധനത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ സാരം. യോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, മനുഷ്യരെ വീണ്ടെടുക്കുവാനോ അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ കഴിയുകയില്ല എന്ന് പറയുകയാണ്. വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു അത് നിർവഹിച്ചതിനാൽ മുദ്രയിടപ്പെട്ടതായ പുസ്തകം തുറക്കാൻ അവന് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. AD 96-ൽ ക്രിസ്തു മുദ്രയിടപ്പെട്ടതായ ആ പുസ്തകം സഭയെ തുറന്നു കാണിച്ചു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ഈ പുസ്തകത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് പിന്നീട് വിവരിക്കുന്നുണ്ട്. അകത്തും പുറത്തും എഴുതിയതും മുദ്രയിട്ടതും ആയ പുസ്തകം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുദ്ര എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശത്തെയാണ് കാണിക്കുന്നത്. അത് നീളത്തിൽ ചുരുട്ടിയത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അകത്ത് കണ്ടതെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും പുറത്ത് എഴുതിയത് പ്രദർശിപ്പിക്കുന്ന രീതിയിലാണ് ഈ മുദ്രയിടപ്പെട്ട പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 22 വരെയാണ് മുദ്രയിടപ്പെട്ടതായിരിക്കുന്ന പുസ്തകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളെ 3ആയിട്ട് തിരിക്കാം. 7 മുദ്രകൾ, 7 ക്രോധകലശങ്ങൾ, 7 കാഹളനാദങ്ങൾ എന്നിങ്ങനെയാണ്. വീണ്ടും 7 മുദ്രകളെ 3ആയി തിരിക്കാനായി സാധിക്കും. ആദ്യത്തെ 4 മുദ്ര പീഡനകാലത്തെ രാഷ്ട്രീയ സ്ഥിതിയെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. 5-ാമത്തെ മുദ്ര മതപീഡനകാലത്തെ രാഷ്ട്രീയ സ്ഥിതിയെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. 6-ാമത്തെ മുദ്ര പ്രകൃതിക്ഷോഭത്തെ കാണിക്കുകയാണ്. 7-ാമത്തെ മുദ്ര അടുത്ത കാര്യപരിപാടികളുടെ ഒരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മുദ്രയിട്ട പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണം തുടരുന്നതായി കാണാൻ സാധിക്കും. ഒരു കാര്യം നമുക്കുറപ്പാണ്, സകല ഭൂമിയെയും വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവാണ്. ഇന്ന് ഈ ലോകത്തിൽ സാത്താൻ പ്രഭുവായി വാഴുന്നുണ്ടെങ്കിലും അധികാരമില്ലാതെ കടന്നുകൂടിയ ഒരു കുടികിടപ്പുകാരൻ മാത്രമാണ് സാത്താൻ. ആ സാത്താനെയും അവൻ്റെ കിങ്കരന്മാരെയും ഘട്ടം ഘട്ടമായി ഒഴിപ്പിച്ചു ഭൂമിയെ ദൈവത്തിനും ദൈവമക്കൾക്കും വാസയോഗ്യമാക്കി തീർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ അധ്യായങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.